Good morning, sir. Alexia, good morning. Felicia, good morning. Sudhi, good morning. Sheila Rajesh, good morning. Welcome, good morning. Yes. Good morning, sir. Okay, Nimisha, good morning. എവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാ. ഓക്കെ. ആതിര കൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. അഞ്ജന ശങ്കർ, ഗുഡ് മോർണിംഗ്. നല്ല മഴയാണല്ലോ. ഇവിടെയും അതുപോലെ തന്നെയാണ്. സുധി, യെസ്. ഓക്കെ. അഫ്ല, ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞില്ല. ഇന്നലെ നമ്മൾ ചർച്ചയിലായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ 6 ടെൻസുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെ. 7ാമത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചത്. ഓക്കെ. അപ്പോ ആ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ജസ്റ്റ് 1 മിനിറ്റ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇതാണ് 6 നമ്മൾ പറഞ്ഞത്. അതിന്റെ സ്ട്രക്ചറും ഒന്ന് പറയുന്നു. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഇനി അതിനകത്ത് ഗോ എന്ന് പറയുന്ന ഒരു വേർഡ്, പോവുക എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തുകൊണ്ട് നമ്മൾ ഈ 6 ടെൻസിന്റെ മീനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഞാൻ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഞാൻ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഞാൻ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ പോവുകയായിരുന്നു. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരിക്കലും കൂടി പറയുന്നു. Now we are going to discuss another tense. Its name is present perfect. Present perfect. Present perfect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു. either has or have. പിന്നെ നമ്മൾ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നില്ലേ? ഉള്ളു പറഞ്ഞു. നമ്മള് നെഗറ്റീവ് പറഞ്ഞില്ലല്ലോ. എന്റെ പോസിറ്റീവ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നെഗറ്റീവ് ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ പറഞ്ഞത്. ഓക്കെ. അത് തന്നെയാണ് ഞാനിപ്പോ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെസ്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that shows
ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് കഴിഞ്ഞു, ജസ്റ്റ് നൗ ഹാപ്പൻഡ്. അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി എന്നുള്ളതിന് നമുക്ക് ഹി വെന്റ് എന്ന് പറയാം, ഹി ഹാസ് ഗോൺ എന്ന് പറയാം. രണ്ടും അവൻ പോയി എന്നാണ്. നിങ്ങളോട് വന്ന് ചോദിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് എവിടെ, നമുക്ക് പറയാം ഹി വെന്റ് അല്ലെങ്കിൽ ഹി ഹാസ് ഗോൺ. അപ്പൊ രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. അത് കേൾക്കുന്ന ആൾ മനസ്സിലാക്കണം, ഹി ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ പോയിട്ടേ ഉള്ളൂ, അധിക സമയമായിട്ടില്ല. ഹി വെന്റ് എന്ന് പറയുമ്പോൾ വളരെ നേരത്തെ പോയി. ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. യെസ്. അപ്പോ ആ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്. അപ്പൊ ദാറ്റ് ഷോസ് പ്രസന്റ് പെർഫെക്റ്റ്, ദാറ്റ് ഷോസ് ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് അല്ലെ, ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇത് നമ്മൾ പറഞ്ഞതാണ് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് തുടക്കം പറഞ്ഞു വെച്ചാൽ. യെസ്. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ്. അപ്പോ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ നമുക്ക് ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് വെച്ച് പറയാം. ഐ ഹാവ് ഗോൺ, യു ഹാവ് ടേക്കൻ, ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഗ്രാമർ, ഹി ഹാസ് സ്റ്റഡീഡ് ഹിന്ദി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3 മൂന്നാമത്തെ. ഇനി അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ ഹാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എഴുതാം. ഹാസോ ഹാവ് കഴിയുമ്പോൾ ഒരു നോട്ട് ചേർത്ത് കഴിയുമ്പോൾ that turned into a negative sentence. അപ്പൊ എങ്ങനെ വരും? I have not studied English grammar. I have not finished my lunch. You have not read the novel. She has not finished the project. അപ്പൊ ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം നോട്ട് കൂടി ചേർന്ന് കഴിയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ എന്തായിട്ട് മാറുന്നു? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് വാചകമായിട്ട് മാറുന്നു. അപ്പൊ താൻസി പറയുന്നു ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. വെരി ഗുഡ്. ഇതുവരെ എത്തുപോലെ സോഫ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് വാചകങ്ങളെ കുറിച്ച് പറയാൻ നോക്കി. സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് വേണം. യെസ്. ഇന്ന് നിങ്ങൾ ചെയ്ത് തീർക്കാത്ത പണിയിൽ സമയം പറയാതെ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ചില കുട്ടികൾ പരീക്ഷയ്ക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ എനിക്കറിയില്ല, ചില കുട്ടികൾ പരീക്ഷയ്ക്ക് SSLC പരീക്ഷ എല്ലാം കഴിഞ്ഞ് TC വാങ്ങിക്കാൻ നേരത്തെ അല്ലെങ്കിൽ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നേരത്തെ ഐ ഹാവ് പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2024. 2024 ഞാൻ എന്റെ SSLC പരീക്ഷ പാസ്സായി. ഐ ഹാവ് പാസ്ഡ്. ഹാവ് വന്നു കഴിയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയി. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഒരിക്കലും സമയം പറയില്ല. യെസ് ആണ്. അപ്പൊ ഐ ഹാവ് പാസ്ഡ് ഇൻ 2024 എന്ന് പറയുമ്പോൾ തെറ്റാണ്. അവിടെ ശരിക്കും വേണ്ടത് 2024 വെക്കണം എന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ പാസ്വേഡ് മാറ്റണം. ഏത്? ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2024. അപ്പൊ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സമയം മാറ്റണം. സമയം മാറ്റി കഴിഞ്ഞാലും കറക്റ്റായി. അപ്പൊ അതുപോലെ നിങ്ങൾ ഇന്ന് തിരക്കിട്ട മഴയും മറ്റു കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ചെയ്ത് തീർക്കാത്ത പരിപാടികൾ പലതുണ്ടാവില്ലേ? അത് നമ്മൾ ഇത് പറയല്ലേ, ഐ ഹാവ് നോട്ട് ക്ലീൻ ദി കിച്ചൺ. അല്ല, ഐ ഹാവ് നോട്ട് ക്ലീൻ ദി കിച്ചൺ. ഐ ഹാവ് നോട്ട് ടോട്ട് മൈ ചിൽഡ്രൻ. ഷീ ഹാസ് നോട്ട്. അതിനെ കൃഷ്ണ വെയർ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. War. It has not rained in weeks. Okay. Yes, it has not rained. Yes. ഏത് സബ്ജക്റ്റ് വേണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, പിന്നെ നോട്ട് വേണം. പിന്നെ മൂന്നാമത്തെ പോകും വോൺ. WORN. Yes. I have not finished the report. Okay, Sruthi. He has not seen that movie. Okay. Yes. Yes. Ini.
നിങ്ങൾ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ he has not written imposition. Okay, Vinisha, very good. He has not written imposition. Yes. വലിയ ചതിയാണല്ലേ പിള്ളേരെ കൊണ്ടൊക്കെ ഇമ്പോസിഷൻ ഒക്കെ എഴുതിക്കുന്നത്. യെസ്, പാവങ്ങള്. ഓക്കെ, ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഐ ഹാവ് നോട്ട് സ്റ്റേഡ് ഹിയർ ബിഫോർ. ഓക്കെ ശ്രുതി, ഫിൻലാൻഡ്. ഷീ ഹാസ് നോട്ട് ട്രാവൽ ഔട്ട്സൈഡ് ദ കൺട്രി. യെസ്, ഓക്കെ. ഫിൻലാൻഡ് ആ സ്ഥലത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ പരീക്ഷകളില്ല. 10ാം ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമേ ഒരു പരീക്ഷയുള്ളൂ. അത്രയും നാളെ പരീക്ഷകളില്ല. യെസ്, പരീക്ഷകളില്ലാതെയാണ് അവർ പഠിക്കുന്നത്. പക്ഷെ വളരെ ചെറിയൊരു രാജ്യമാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. യെസ്, പിന്നെ അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്കും ബെഞ്ചുകളും ഇല്ല. അപ്പൊ എന്ത് പറ്റുന്നത്, ഒരാൾ ഫ്രണ്ടില് ഒരാൾ ബാക്കില് അങ്ങനെ വരും. അതൊരിക്കലും വരാൻ റൗണ്ട് ടേബിളാണ്, പോളാറിക്കും. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും ക്ലാസ്സുകളിൽ റൊട്ടേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇന്ന് ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവൻ നാളെ സെക്കൻഡ് ബെഞ്ചും, ഇന്ന് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവൻ നാളെ ഫസ്റ്റ് ബെഞ്ചിലും വരുമല്ലോ. ശരിയാണ്, അത് ആ ഒരു ഡെസ്ക് ബെഞ്ച് വരുമ്പോ ആ രീതി വരും. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലാവരും റൗണ്ടിലിരിക്കുന്നു. അപ്പൊ ആരും ഫ്രണ്ടിലില്ല, ആരും ബാക്കിലില്ല, പോളാറിക്കും. യെസ്, അപ്പോ പാഠപുസ്തകങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ജീവിതത്തിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന പല കാര്യങ്ങളും പഠിക്കുക. യെസ്, ആ രാജ്യം സന്ദർശിക്കാൻ പോയിട്ടുള്ള നമ്മുടെ മന്ത്രിമാര് അതേ വിദ്യാഭ്യാസ രീതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചിവിടെ വന്നിട്ട് പറഞ്ഞത് സംഗതി നല്ലതൊക്കെയാണ്, കറക്റ്റാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ നമ്മുടെ രാജ്യം വളർന്നിട്ടില്ല. അതായത് നമ്മുടെ സംസ്ഥാനം ഡെവലപ്പ് ആയിട്ടില്ല. അതുപോലെ ചിന്തിക്കുന്നത്. യെസ്, ഓക്കെ ആക്ച്വലി ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ സന്ദർഭോചിതമായിട്ട് വേറൊരു കാര്യം പറയാം. അതായത് ഒരിക്കലും ഒരാള് വിദേശത്തിരിക്കുകയാണ്, വിദേശത്ത് ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെയിറ്റോട് പറഞ്ഞു എനിക്ക് പത്രം വേണം എന്ന് പറഞ്ഞു, ന്യൂസ് പേപ്പർ വേണം എന്ന് പറഞ്ഞു. അപ്പൊ വെയിറ്റർ ഒരു റൂം കാണിച്ച് അവിടെ ഉണ്ട് പത്രം എന്ന് പറഞ്ഞു. യെസ്, അപ്പൊ അദ്ദേഹം അവിടെ ചെന്നപ്പോ കണ്ടത് ഒരു പ്ലേറ്റില് പത്രം അടക്കി വെച്ചിട്ടുണ്ട്, അടുത്തത് ഒരു കാരി പ്ലേറ്റും കട വെച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ആവശ്യമുള്ളവർ വരുന്നു, പേപ്പർ എടുക്കുന്നു, ആ പൈസ ആ പ്ലേറ്റിൽ ഇടുന്നു, പോകുന്നു. യെസ്, ആരുമില്ല നോക്കാൻ. രാവിലെ തന്നെ ഈ പേപ്പർ ബോയ് വന്ന് ഇതേപോലെ പല സ്ഥലത്ത് പേപ്പറും പ്ലേറ്റും. ഓക്കെ, നിമ്മി ന്യൂസ്. ഓക്കെ, ഇന്നലെ ഒന്നും ഞാൻ കണ്ടില്ല. ഇന്നലെ ഇവിടെ ചർച്ചകൾ നോക്കിയപ്പോ ഞാൻ ഇവിടെ നോക്കിയില്ലേ. യെസ്, ഓക്കെ. അപ്പോ പ്ലേറ്റ് ഇരിക്കുന്നു. അപ്പൊ ഇതേപോലെ രാവിലെ വരുന്നു, പ്ലേറ്റ് വെക്കുന്നു, അപ്പുറത്ത് പേപ്പർ വെക്കുന്നു, ആവശ്യമുള്ളവർ വരുന്നു, പേപ്പർ എടുക്കുന്നു, പൈസ എടുക്കുന്നു. വൈകുന്നേരം ആ പയ്യൻ വരുന്നു, പേപ്പർ ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് എടുത്തുകൊണ്ട് പോകുന്നു, പൈസയും കൊണ്ടുപോകുന്നു. അപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ആശയം വന്നു, ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൂടാ. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് നാട്ടിൽ വന്നതിന് ശേഷം, കേരളത്തിൽ വന്നതിന് ശേഷം പേപ്പർ വെച്ചു. അരികത്ത് ആ പേപ്പറിന്റെ പൈസ ഇടാനായിട്ടുള്ള പാത്രവും വെച്ചു. യെസ്, അപ്പൊ ഒരു ബോർഡ് എഴുതി വെച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ നിന്ന് പേപ്പർ എടുക്കാം, പൈസ ഇവിടെ വെച്ചാൽ മതി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒറ്റാള് പോലും പേപ്പർ എടുത്തോണ്ട് പോയിട്ട് പൈസ ഇടില്ല. പേപ്പർ എടുത്തോണ്ട് പോയിട്ട് പൈസ ഇടുന്നുണ്ടാവില്ല. ഓക്കെ, നിശ്ചിത എന്ത് തോന്നുന്നു സംഭവിച്ചത്? ഞാൻ പറയട്ടെ, അതിന് മുമ്പാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത്. യെസ്, നിശ്ചിത. യെസ്, അപ്പൊ ഒരാളെ കൂടി നമുക്ക് ചോദിക്കാം അല്ലെ? വിനീഷ പറയൂ, എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? യെസ്, അപ്പൊ ഓക്കെ. ഈ ജോബി ഇപ്പോൾ പറഞ്ഞ പോലെ സംഭവിച്ചു. പക്ഷെ അത് ആദ്യത്തെ ദിവസം പോലെ സംഭവിച്ചു, പിന്നീട് അങ്ങനെ. ആദ്യത്തെ ദിവസം ഏതാണ്ട് അറ്റകുറ്റ കറക്റ്റ് ആയിട്ട് പോയി. ഓക്കെ വിനീഷ, നോ പ്രോബ്ലം. പിന്നെ വന്നു കഴിഞ്ഞപ്പോ പേപ്പർ കൂടുതൽ പോയിട്ടുണ്ട്, പൈസ കുറവാണ് എന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേപ്പർ കൊണ്ടുവന്ന് വെച്ചിരുന്ന പ്ലേറ്റ് പോലും കാണാൻ. യെസ്, ഓക്കെ. അപ്പൊ നമ്മളെ ചില കാര്യങ്ങളിൽ നമ്മള്
ശരിക്കും നമ്മൾ മാനസികമായിട്ട് കുറച്ചുകൂടിയൊക്കെ വളരാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് വളരാനുണ്ട്. ഈ ഒരു മീര എന്ന് പറയുന്ന എഴുത്തുകാരി അദ്ദേഹം ഒരു അവരുടെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ്. ഒരിക്കലും കോട്ടയത്തൂടെ രാത്രി നടന്നു പോലും ഏകദേശം 9 മണി ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് പേര് അവിടെ ആക്രമിക്കാൻ വരികയും കാറിലേക്ക് ബലമായിട്ട് പിടിച്ച് കയറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് ഓടിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ പറയുന്നു, ഞാൻ ഉടനെ സംഭവം പറയുന്നു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് പോകുന്നത്? നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കൂടെ വിളിച്ചിട്ട് പോയാൽ പോലെ. ഇനി മെയിലില്ലെങ്കിൽ രാത്രി 9 മണിയാകുമ്പോൾ പോകാൻ നിൽക്കരുത്, കുറച്ച് നേരത്തെ പോകുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. വീട്ടിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക. അതൊക്കെ പറഞ്ഞ് പോലീസുകാരൻ എന്ത് ചെയ്തു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു ഉപദേശം കൊടുത്തു. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം, എങ്ങനെ ചെയ്യരുത്, പെൺകുട്ടികളല്ലേ, നിങ്ങൾ അങ്ങനെ പോകാമോ എന്നൊക്കെ പറഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ SP വിളിക്കുന്നത്. SP മലയാളിയല്ല. അപ്പൊ SP-നോട് വീണ്ടും ഈ പെൺകുട്ടി ഓക്കെ ജൂബി, ഓക്കെ അവിടെ കിടന്നോണ്ട് കേട്ടോ, യെസ് ഓക്കെ ഓക്കെ യെസ് ഓക്കെ ജൂബി, യെസ് താങ്ക് യു ഫോർ യുവർ കമന്റ്, യെസ്. അപ്പോ ആ പെൺകുട്ടി SP-നെ വിളിച്ച് പറയുന്നു ഇങ്ങനെ സംഭവം. അപ്പൊ SP-നോട് പറയുമ്പോഴും ഈ പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ട് 9 മണിക്കാണ് സമയം, 9 മണിയേ ആയിട്ടുണ്ടായുള്ളൂ. അപ്പൊ ഈ 9 മണി എന്ന് പറയുന്ന സംഭവം പെൺകുട്ടികൾക്ക് ഇറങ്ങി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുന്നത് 9 മണി എന്ന് പറയുന്ന സമയം പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സമയമാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി 9 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടി പറയുന്നത്. അപ്പൊ അപ്പുറത്ത് SP പറയുന്നത് മലയാളവും ഹിന്ദിയും മിക്സ് ചെയ്ത് പറയുന്നത് 9 മണി ആയാലും ശരി, 10 മണി ആയാലും ശരി, 12 മണി ആയാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ നടക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉള്ളതാണ്. അത് നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിഷയം. യെസ്. അപ്പൊ ഓക്കെ, നിങ്ങളുടെ നമ്പർ, വണ്ടിയുടെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആ കൊടുത്തവർ ഈ നമ്പറിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഇങ്ങനെയാവാൻ വഴിയില്ല, കാരണം ഈ ഒരു നമ്പർ ഇല്ല. അപ്പൊ പക്ഷേ അത് വേറൊരു രീതിയിലായിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി ട്രേസ് ചെയ്യുകയും പോലീസ് പിടിക്കുകയും പെൺകുട്ടി ആ വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റേഷനിൽ വരികയും പിന്നീട് വണ്ടിയുടെ ഉടമസ്ഥൻ അവരുടെ മകൻ വാഹനത്തിൽ സംഭവം ഉണ്ടായത് കുറേയൊക്കെ പ്രശ്നം അവസാനിച്ചു. ഈ പോസ്റ്റ് അവിടെ ഇട്ടത് ആ SP പിന്നീട് റിട്ടയർ ചെയ്തു. SP ആയിട്ടല്ല, വലിയ ഉയർന്ന പോസ്റ്റിലൊക്കെ റിട്ടയർ ചെയ്തു. നിങ്ങൾക്ക് എന്നെ കാണാം, ഋഷിരാജ് സിംഗ് എന്നാണ് പേര്. ഒരു പക്ഷെ പല വാർത്ത ഇതൊക്കെ കണ്ടു കാണുമ്പോൾ ഋഷിരാജ് സിംഗ്. യെസ്. അപ്പൊ ഋഷിരാജ് സിംഗിന്റെ സർവീസിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പോസ്റ്റ് എനിക്ക് ഋഷിരാജ് സിംഗിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് അതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? വേറെ എന്തൊരു കാര്യമുള്ള പറഞ്ഞു. എന്താണ് ജിമ്മി നമ്മൾ പറഞ്ഞു വന്നത്? ഇന്ന് നമ്മൾ ചെയ്തു തീർക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐ ഹാവ് നോട്ട് കംപ്ലീറ്റഡ്, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ്. ഓക്കെ, വേറെ എന്തൊരു നല്ല കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിനിടക്കാണ് ഈ വിഷയം കയറി വന്നത്. ഓക്കെ, പോട്ടെ. യെസ്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ വേണം. നിങ്ങൾ എടുത്തു കഴിക്കോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിക്കോ, അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് ആദ്യം പറയുമ്പോൾ ക്വസ്റ്റ്യൻ അതെന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഹാവ് യു ഫിനിഷ്ഡ് യുവർ പ്രോജക്ട്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ പ്രോജക്ട്? ഇതിന്റെ പ്രോജക്ട് നീ കംപ്ലീറ്റ് ചെയ്തു. ഹാവ് യു ടേക്കൻ ദി അംബ്രല്ല? നീ ആ കുട എടുത്തു. ഹാവ് യു മിസ്റ്റേക്കൻ ദം? നീ അവരെ തെറ്റിദ്ധരിച്ചു. Has she studied the poem? അവൾ പോയം പഠിച്ചിട്ടുണ്ടോ? Has he finished the work? അവൻ വർക്ക് ഫിനിഷ് ചെയ്തോ? യെസ്. ഓക്കെ. അപ്പോ ഹാസോ ഹാവോ
ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം വരുന്ന 2-3 ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടുവരുന്നത് കഴിയുമ്പോൾ മാത്രമല്ല. ഞാനിവിടെ നിങ്ങളിത് പ്രതീക്ഷിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഒന്നും വന്നില്ല. യെസ്, ഓക്കെ, ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ഇപ്പൊ സംശയം ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. യെസ്, ഇത് പറഞ്ഞു. ഹാവ് വെച്ചിട്ട് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? ഓക്കെ, കറക്റ്റ് ആണ്. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? അതിലക്ഷൻ യു വരുമ്പോ ഹാവ് വരും. ഹിയോ ഷീ ആണെങ്കിൽ ഹാസ് വരാവും. ഹാവ് യു ആ SEND സെന്റില്ലേ, അത് പ്രസന്റൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്സ് SENT ടീയില്ലേ, ടി SENT. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഹാവ് യു ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പൊ ടേക്ക് നോക്കാം കേട്ടത്. ഹാവ് യു എവർ സീൻ ഗോഡ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് പണ്ട് ചോദിച്ചൊരു ചോദ്യം ഉള്ളത് ഞാൻ പറയാറ്. ഹാവ് യു നോട്ടീസ്ഡ് ഹിയർ? ഓക്കെ, കറക്റ്റ് ആണ്. ഹാവ് യു യൂസ്ഡ് ഡ്രഗ്? വിനീഷ, കറക്റ്റ് ആണ്. യെസ്. ശ്രീരാമകൃഷ്ണ പരമഹംസ കുട്ടിയായിരുന്നപ്പോ കുട്ടിയുടെ ആ ഗുരുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, അങ്ങ് എപ്പോഴെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഇവിടെ അഫ്ല ചോദിച്ച ചോദ്യമുണ്ട്. യെസ്. ഹാവ് യു എ പ്രഷ്യസ് വാച്ച്? ഓക്കെ ശ്രുതി, കറക്റ്റ്. ഹാസ് ഹി ടോൾഡ് യു ദ ട്രൂത്ത്? ഓക്കെ, കറക്റ്റ്. ഹാവ് യു ട്രൈഡ് ന്യൂ ഡിഷസ്? ഓക്കെ അഫ്ല, കറക്റ്റ്. യെസ്, അത് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുള്ളൂ. അങ്ങ് എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി പറഞ്ഞത് എന്താണ്? കുഞ്ഞെ, നിന്റെ കണ്ണുകളിൽ ഞാൻ ഈശ്വരനെ കാണുന്നു. യെസ്, ഓക്കെ. അവിടെ നിന്നാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഉയർന്നതൊക്കെയാണ് കഥകളിലൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്. ഇറ്റ് വി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ് ഇറ്റ്. ഹാവ് യു പെയ്ഡ് ദ ബിൽ? ഓക്കെ നിമിഷ. ഹാസ് ഷീ ഡാൻസ്ഡ് അറ്റ് ദ സ്റ്റേജ്? ഓക്കെ ആതിര, യെസ് യെസ്, കറക്റ്റ് ആണ് പറഞ്ഞത്. എല്ലാം കൃത്യമാണ് പറഞ്ഞത്, ആരും പറഞ്ഞത് തെറ്റിയിട്ടൊന്നുമില്ല. യെസ് യെസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ മോഡൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുവിടുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളിപ്പോ 7 ടെൻസുകളെ കുറിച്ചുള്ള പഠനം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ഒരു 5 കൂടി ഉണ്ട്. ആ 5 കൂടി കഴിയുമ്പോഴാണ് 12 ആകുന്നത്. അപ്പൊ അതോട് കൂടിയിട്ടാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്ന സംഗതി അവസാനിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷില് ആര് എന്ത് വാചകം എഴുതിയാലും ഇനി നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ബോർഡോ ഒരു പേപ്പറോ കണ്ടിട്ട് അതിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസില് ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആ വാചകം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇത് ഏത് ടെൻസാണ്. ഓരോ ടെൻസിന്റെയും അർത്ഥം കൊടുക്കുക മനസ്സിലായിട്ടുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ എടുക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് 12 ടെൻസിലൂടെ വെറുതെ പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് ഞാൻ എടുക്കുന്നു, സിമ്പിൾ പാസ്റ്റ് ഞാൻ എടുത്തു. ഓക്കെ സുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാൻ വന്നപ്പോ നോക്കിയായിരുന്നു. സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. യെസ്. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ 12 ടെൻസിന്റെ അർത്ഥങ്ങൾ കാണും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് അറിയാൻ പാടില്ല, അല്ലാത്തവര് നേരിട്ട് മനസ്സിലായിരിക്കും, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ആ ടെൻസിന്റെ അർത്ഥം നമുക്കറിയാം എങ്കിൽ നമ്മൾ അത് ഇന്ന ടെൻസാണ്. അവിടെ ഉപയോഗിക്കുന്ന ടേക്ക് എന്നുള്ള വാക്കല്ല, ജമ്പ് എന്നുള്ള വാക്കാണ്. അപ്പൊ ചാടുക അത് വായിക്കാൻ മതി. നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ച് നമുക്ക് അതിന്റെ മീനിങ് പിടികിട്ടും. ഒരുപക്ഷെ നമുക്ക് ഇത് വായിക്കാൻ പറ്റും,
വായിച്ചിട്ട് നമുക്ക് അവരോട് അർത്ഥം പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് ഒരു കടലാസ് ഇംഗ്ലീഷ് കൂടെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളോട് വരുന്ന ആള് ഇത് വായിച്ചത് വായിക്കാൻ പോരല്ലോ, നമുക്ക് അതിന്റെ അർത്ഥം വരും. ചില വാക്കുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലേ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് കാലഘട്ടത്തിൽ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഓട്ടോഗ്രാഫ് ഇല്ല, പഴയ ഓട്ടോഗ്രാഫ്. അത് അതിന്റെ പേഴ്സ് പോലുള്ള ബുക്കാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോ അതിൻ്റെ അകത്ത് ചിലപ്പോ ഒരു വാക്ക് എഴുതാറുണ്ട്, ഫോർഗെറ്റ് മീ നോട്ട്. ഫോർഗെറ്റ് മീ നോട്ട്. ഫോർഗെറ്റ് മീ നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നെ മറക്കരുതെന്നാണ്. ഇത് വിട്ട് നമുക്ക് പറയുന്നത് ഫോർ ഗെറ്റ് മീ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കിട്ടൂല എന്നർത്ഥമുണ്ട്. യെസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് അർത്ഥമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. യെസ്. അപ്പോ നമുക്കത് വായിച്ചിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു ക്വാളിറ്റി പറയാൻ പറ്റുള്ളൂ. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചത് പരീക്ഷ പാസ്സാൻ വേണ്ടി പഠിച്ചത്. നിങ്ങൾ സത്യമായിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കി, അതിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് മുഴുവൻ പരീക്ഷ പാസ്സാവാനല്ല. ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ അപ്പൊ നിങ്ങൾക്ക് ആർക്കാണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും പഠിക്കും. യെസ്. മറ്റേത് നമ്മൾ അങ്ങനെയല്ല. പരീക്ഷ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഇല്ലേ, അതൊന്നും ചാടി അപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ചത്. യെസ്. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. നമ്മളിപ്പോ നിലവില് 7 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ 7 ടെൻസുകളുടെ മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. ഓക്കെ. ഇനി അടുത്ത ടെൻസ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നോ പ്രോബ്ലം. യെസ്. അപ്പൊ ശ്രീലക്ഷ്മി, ഇന്ന് എന്തൊക്കെയോ ടാർഗറ്റുകളൊക്കെ ശ്രീലക്ഷ്മി ആയിട്ടുണ്ടായിരുന്നല്ലോ. യെസ്. അത് ലാസ്റ്റ് പോലെ സർ. ഓക്കെ. ആയിക്കോട്ടെ. നോ പ്രോബ്ലം. യെസ്. സോ അഫ്ലനെ തന്നെ ഏൽപ്പിക്കട്ടെ മാർക്ക് രേഖപ്പെടുത്താനായിട്ട്. ഓക്കെ. അപ്പൊ അഫ്ലയുടെ നീതിപൂർവമായിട്ടുള്ള ആദ്യത്തെ 3 പേർക്ക് ഇട്ടോ. ഏത് ടെക്സ്റ്റ് ആയിരുന്നു നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ കുറച്ച് ലേറ്റ് ആയി ക്ലിയർ ആയില്ല. ഇന്ന് ഏത് ടെൻസ് കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇന്ന് പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ഇന്നലെ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ചെയ്തു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ? ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ്. യെസ്. ഓക്കെ. യെസ്. ഞാനിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഐറ്റംസിന്റെ പേര് പറയുക. ആ ഐറ്റംസിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. വിച്ച് കാറ്റഗറി ഇറ്റ് ബിലോങ്സ്. അത് ഏത് കാറ്റഗറി. എക്സാമ്പിൾ പറയാം. കസേര, മേശ, സ്റ്റൂള് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഫർണിച്ചർ അല്ലേ? എന്റെ കാറ്റഗറി ഫർണിച്ചർ എന്നല്ലേ? യെസ് എന്ന് പറഞ്ഞ പോലെ യൂസ് ദി കാറ്റഗറി. കാറ്റഗറി പറഞ്ഞാൽ മതി. Let me start. Shark. Okay. Question ആരംഭിക്കുകയാണ്. Shark, comma, dolphin, comma, whale, WHALE, whale. Yes. ഏത് കാറ്റഗറിയിൽ വരും? ഫിഷസ് അല്ല, പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. ഫിഷസ് ആരെങ്കിലും ആ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഫിഷസ് നോട്ട് ചെയ്ത് വെച്ചോ അഫ്ല. വേറൊരു പേര് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അത് കൊടുക്കാം. യെസ്. ഓക്കെ. ഇതിന്റെ കറക്റ്റ് പേര് പറയുന്നത് സി വെയിൽ, WHALE വെയിൽ ആണ് ഡെഫിനിഷൻ. സി അനിമൽസ്, SEAC, സി കടൽ, സി അനിമൽസ് ഓർ സീ ഫിഷ്, അങ്ങനെയാണ്.
Okay, okay. Okay. Sea animals or sea fish. Okay, Sea Lakshmi. Okay, okay. Sea animals or sea fish are correct answer. Very good, very good. Next, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, SKATE, സ്കേറ്റ് ബോർഡ് എത്തിയിട്ടില്ല, നമ്മുടെ എത്തിയിട്ടില്ല ശ്രുതി എടുത്തേ. സ്കേറ്റ് ബോർഡ്, റോളർ ബ്ലേഡ്സ്, ROLLER, റോളർ ബ്ലേഡ്സ്, BLADES. ഓക്കെ, ഇതൊക്കെ ഏത് ഐറ്റംസിൽ വരുന്നതാണ്? ഓക്കെ, ശ്രീലക്ഷ്മി ഇസ് എ കറക്റ്റ് ആൻസർ. സ്പോർട്സ് ഐറ്റംസ് ആണ് കേട്ടാ. ശ്രീലക്ഷ്മിയുടെ ഞാൻ കണ്ടു, ബാക്കി അപ്ലൈ രേഖപ്പെടുത്തിക്കോളൂ. All these belongs to sports items. Yes, other sports items are very good, very good, very good. Yes, sports items. Next, laptop, smartphone, camera. Laptop, smartphone, camera. Category പറയൂ. Okay, okay. Electronic devices അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ട്. ഓക്കെ, ഹീര കറക്റ്റ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ്. ഓക്കെ, ഇലക്ട്രോണിക് എന്നൊരു വാക്ക് വന്നേക്കാൻ അവർക്ക് മാർക്ക് കൊടുത്തോളൂ. അഫ്ല, യെസ്. ഗാഡ്ഗറ്റ്. ഓക്കെ, ശരിയാണ് ശ്രീലക്ഷ്മി, ശരിയാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിങ്, ക്യൂൻ, പ്രിൻസ്, പ്രിൻസസ്. റൂളേഴ്സ് അല്ല, വേറൊരു വാക്ക് കൂടി പറയാം. ആരും വന്നില്ലെങ്കിൽ നമുക്ക് ശ്രീലക്ഷ്മിയായിട്ട് പരിഗണിക്കാം. റൂളേഴ്സ് എന്നുള്ളത് നിൽക്കട്ടെ, വേറെ ഒരാഴ്ച കൂടി ഇവരൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരുണ്ട്. ഓക്കെ, പറയാം. കിങ്, ക്യൂൻ, പ്രിൻസ്, പ്രിൻസസ്. ഇവരെല്ലാരും കൂടി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ഓർത്താ മതി. ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ്. ഓക്കെ, ആതിര ഇസ് എ കറക്റ്റ് ആൻസർ. റോയൽ ഫാമിലി, ആതിരയുടെ ഞാൻ കണ്ടായിരുന്നു. യെസ്, ഇറ്റ് ഈസ് കോൾഡ് റോയൽ ഫാമിലി. റോയൽ ഫാമിലി, റോയൽ നേരത്തെ വന്നു, റോയൽ ഫാമിലി കറക്റ്റ് ആയിട്ട് വന്നത് ആതിരയുടെ വർഷത്തു നിന്നാണ്. ഓക്കെ, ഓക്കെ, റോയൽ ഫാമിലി, രാജകുടുംബം. യെസ്, കിങ്, ക്വീൻ, പ്രിൻസ് and princess, that belongs to the royal family. Yes. Next category, volcano, VOLCANO, volcano. Earthquake, EARTHQUAKE. Tornado, TORNADO. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, കുഞ്ഞു കറക്റ്റ് ആണ്. ആക്ച്വലി കറക്റ്റ് ആണ്. ദ ആൻസർ ഈസ് നാച്ചുറൽ ഡിസാസ്റ്റർ. കറക്റ്റ് ആൻസർ, നാച്ചുറൽ ഡിസാസ്റ്റർ. ഓക്കെ, ഓക്കെ. മറ്റേതൊരു കാറ്റിന്റെ പേരായിരുന്നു. ഓക്കെ, ജിമ്മി കറക്റ്റ് ആൻസർ ആണ്. യെസ്. പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതായതുകൊണ്ട് ചോദിക്കുന്നില്ല. വെറുതെ എന്നാലും പറഞ്ഞപ്പോഴാണ് ടേബിള്, ചെയർ, ബെഞ്ച്, ഫർണിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ വിട്ടു. യെസ്. അടുത്തത്, ലയൺ, ടൈഗർ, എലിഫന്റ്. ലയൺ, ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. വൈൽഡ് അനിമൽസ്, വന്യജീവികൾ. ഓക്കെ, 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 ഓക്കെ. ഓക്കെ, ഓക്കെ, വൈൽഡ് അനിമൽസ്. യെസ്. കാർണിവറസില് നമുക്ക് എലിഫന്റിനും പെടുത്താൻ പറ്റില്ല. യെസ്, ഓക്കെ, 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 ഓക്കെ. വൈൽഡ് അനിമൽസ് മൊത്തത്തിൽ പറഞ്ഞാൽ മതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, വെരി സിമ്പിൾ. ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനിയൻ. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. The answer is vegetables. Okay, 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 okay.
കറക്റ്റ് ആണ്. വെജിറ്റബിൾസ് ആണ് കറക്റ്റ് ആൻസർ. വെജിറ്റബിൾസ്, ക്യാരറ്റ്, പൊട്ടറ്റോ ആൻഡ് ഒനിയൻ, ദാറ്റ് ബിലോങ്സ് ടു vegetables. Next category, you find out parrot, P-A-R-R-O-T, parrot, canary, C-A-N-E-R-Y, and crow. Okay, it's a correct answer. The answer is bird, birds. Okay. Correct. Yes. Next question. Hammer, H-A-M-M-E-R, hammer, screwdriver, and wrench, W-R-E-N-C-H. Yes. Correct answer ആണ്. All are tools. എല്ലാം എന്താണ്? Tools ആണ്. Yes. Tools. Very good. Tools. Okay. I come to the next question, next category. Rose, tulip, daisy. Okay. Correct answer ആണ്. All are flowers. Okay. Is a correct answer. All are flowers. Rose, tulip, and daisy. Flower. ഈ കാറ്റഗറിയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. Mars, M-A-R-S, Mars, Jupiter, Saturn. Okay. Correct answer ആണ്. പറഞ്ഞത്. Answer is planet. P-L-A-N-E-T-S, planets. Yes. From Mars, Jupiter, Saturn, all are planets. Yes. Okay. അപ്പോ ആ കാറ്റഗറി കഴിഞ്ഞിട്ടോ. അപ്പൊ ആ കാറ്റഗറിയിൽ മാർക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. യെസ്, പറഞ്ഞോളൂ. അപ്പല മാർക്കെല്ലാം കൂട്ടിയിട്ടോ? നോക്കട്ടെ സാറേ മാർക്ക് എഴുതണ എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ സാറേ. ഞാൻ അടുത്ത പ്രാവശ്യം ഈ ജോലിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ ഒരാളെ സോമലസ വരിക. മുമ്പ് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആണെന്നറിയാൻ പാടില്ല. ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തോളൂ. അപ്പൊ എനിക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴെ സോമലസ വന്നതുകൊണ്ട് അപ്പോഴെ തന്നെ ഏൽപ്പിച്ചത്. യെസ്. ഓക്കെ. നമ്മള് ക്ലാസ്സിലെ ഏറ്റവും അവരുടെ കേസിലുണ്ട് കോമണായിട്ട് പറയുന്നത് ഏറ്റവും വികൃതി കാണിക്കുന്ന ആണെങ്കിൽ അയാളെ പിടിച്ചിട്ട് ഇടാണ്. അപ്പൊ പിന്നെ വികൃതി കാണിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർ വികൃതി കാണിക്കുന്നത് കണ്ടുപിടിക്കുന്ന ആളല്ലേ. നമ്മൾ കള്ളനെ തന്നെ താല്പര്യപ്പിക്കുന്നത് അതൊരു ഭയങ്കര ടെക്നോളജിയാണ്. നമുക്ക് മനസ്സിലാക്കി നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും അത് ചെയ്യാത്ത ഒരാളത്തിന് അത് ഏൽപ്പിക്കുന്നു. ഏറ്റവും മടിയനായിട്ടുള്ള ഒരാളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഏൽപ്പിച്ചാൽ അവൻ അതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ച് നടത്തിയിരിക്കും. എളുപ്പത്തിൽ ചെയ്യാനാണ്. ബിക്കോസ് നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പോൾ ആണ് കണ്ടുപിടിച്ചത്. മടിയനായിട്ടുള്ള ഒരാളെന്ന് കണ്ടുപിടിക്കുന്നു. യെസ്. ഓക്കെ. അപ്പോ അഫ്ലത് കൂട്ടട്ടെ. അപ്പൊ ഞാൻ കഴിഞ്ഞു സാറേ. പറഞ്ഞോളൂ അഫ്ല. അഫ്ല 1. യെസ്. പ്രസാദ് 1. യെസ്. ആഷ്ലി 1. ശ്രുതി 1. ബിസ്മി ബോബൻ 1. നിമ്മി 1. ശ്രുതി 1 അല്ല കേട്ടോ. സോറി സാറേ. ശ്രുതി 6 ആട്ടോ. 6. അപ്പൊ ശ്രുതിയാണ് ടോപ്പിൽ വന്നതല്ലേ? ശ്രീലക്ഷ്മി 5. തൻസിയ 4. ആതിര 3. നിമിഷ 4. ശ്രുതി 6. ഹീര 6. മനസ്സിലൊന്നുമില്ലല്ലോ. അപ്പൊ അല്ലേ അഫലക്ക് 1 പോയിന്റ് കിട്ടിയത് കൊണ്ടാണ് അഫല പറഞ്ഞത് ഈ പരിപാടി അല്ലേ? ഓക്കെ. യെസ്. അഫലക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ പറ്റില്ല. ഓക്കെ. അപ്പോ
ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആ ചോദ്യത്തിന്റെയും വാക്കിന്റെ പ്രത്യേകത നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ സി എന്നും രണ്ടാമത്തെ ലെറ്റർ ആർ എന്നുമാണ്. സി ഫസ്റ്റ് ലെറ്റർ ആർ. ഓക്കെ, അതിലെ കൃഷ്ണ സി ആർ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. സി ആറിൽ ആരംഭിക്കണം. ഓക്കെ സുലക്ഷ്മി. ഓക്കെ, അതിലെ കൃഷ്ണ. അപ്പൊ അഫ്ല ഇതും കൂടി അങ്ങോട്ട് ഏൽക്ക്, ഇന്നത്തെ കൂടെ പോട്ടെ. യെസ്, ചോദ്യം ഇതാണ്. A break, BREAK, or fracture in a material often seen in glass. Okay, correct answer ആണ്. Yes, that is called crack. CRACK, crack. Yes, ചോദ്യം ഇതായിരുന്നു. A break or fracture in a material often seen in glass. ഗ്ലാസ്സിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത collide, COLLIDE, violently with an obstacle or another vehicle. Collide violently with an obstacle, OBSTACAE, obstacle or another vehicle. Adira Krishna, correct answer. Yes, answer is correct. The answer is crash, CRASH, crash. കൂട്ടിമുട്ടുക, കൂട്ടിയിടിക്കുക എന്ന് പറയാറില്ലേ? ശക്തമായിട്ട് വേറെ വസ്തുവായിട്ടോ വേറെ ഏതെങ്കിലും ഒരു വാഹനവുമായിട്ടോ കൂട്ടിമുട്ടുന്ന, കൂട്ടിയിടിക്കുക. അടുത്തത് A puzzle, PUZZLA, where you fill in words based on clues. Okay, correct answer. Correct answer. Okay. The answer is okay. Nimi cross word, WOR. Okay, എന്തിനാ correct ആണ്. A puzzle where you fill in words based on clues. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പദപ്രശ്നം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ തന്നെ വേറൊരു സംഗതിയാണ് ഈ ക്രോസ് വേർഡ് എന്ന് പറയുന്നത്. ക്രോസ് വേർഡ്. യെസ്, അടുത്തത് A soft, SOFT, soft baked, BAKED, baked food. I will repeat. A soft, എന്റെ താൻസിയ, യു ആർ റൈറ്റ്. ഞാൻ ചോദ്യത്തിലോട്ട് പോലും വന്നില്ല. യെസ്, എന്നാലും ഞാൻ ചോദ്യം വെറുതെ ചോദിച്ചേക്കാം. A soft baked food that is often eaten as a breakfast item. Okay. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റിയിട്ടുണ്ട്. ഞാൻ ചോദ്യം പറഞ്ഞു മാറിപ്പോയി. ചോദ്യം ഇതായിരുന്നത്. ഓക്കെ ഹീര, അത് കറക്റ്റ് ആണ്. യെസ്, ആ ചോദ്യം ചോദിച്ച് നേരത്തെ ചോദ്യം വേറെ ആയിരുന്നു. A spread on the bread that is soft and made from milk എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ആൻസർ ആണ് ക്രീം. യെസ്, ഓക്കെ. ചോദ്യം ഞാൻ മാറിപ്പോയി. മറ്റേ ചോദ്യം ഇപ്പൊ നള്ളിഫൈഡ്. യെസ്, ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ. ഇത് ശ്രീലക്ഷ്മി ഒന്ന് പരിഗണിച്ചോ ഇത് ഫില. യെസ്, അടുത്തത്. The name of a small creature, CREATURE, that is usually found on beaches, on beach, BEACH. The name of a SEAC. Okay, correct answer, right? The correct answer is crab, CRAB. Yes,
The name of the small CZSEACR creature that is usually found in beaches, on beaches. ഈ പറയുന്നത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. When you really want to eat something, when you really want to eat something. Okay, Shruti? Correct. Okay. Correct answer. The answer is crave. CRAV. Crave. വിശപ്പുള്ളതായ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന. Yes. Answer. That is very simple. A sport. SPORT. Sports എന്ന് പറയുന്നത് sports. Yes. Okay. ചോദ്യത്തിൽ പോലും അതിനും വല്ല ആൻസർ വന്നു. Okay. It's a correct answer. Cricket ആണ് ആൻസർ. പക്ഷെ ചോദ്യം ചോദിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഓക്കെ. എന്നിരുന്നാലും ഞാൻ വെറുതെ ആ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ ആ ചോദ്യം നിങ്ങളുടെ കൈ മനസ്സിലുണ്ടാവുമല്ലോ. A sports item played with a bat and ball. A sports item played with a bat and ball. That is called cricket. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിക്കറ്റ് എന്ന് പറയുന്നത്. യെസ്. അടുത്തത് അറിയാൻ പറ്റുന്നത് കേട്ടിട്ടുള്ള പേരാണ്. ഞാൻ ഒരു മീനിങ് എന്ന് പറയുന്നത്. A thin, THIN, thin crispy biscuit. A thin crispy biscuit. Okay. Cracker. 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 Okay, അല്ലെങ്കിൽ cracker എന്ന് വന്നിട്ടുള്ളതിന് കൊടുത്തോളൂ. Yes, cracker. Yes, that is the correct answer. അടുത്തത് colorful drawing wax sticks. Colorful drawing wax sticks. Okay. It's a correct answer. The answer is crayons. Correct answer. Correct answer. Crayons. Yes, the answer is correct. Crayons. Yes. Correct answer. അടുത്തത് ഒരു മീനിങ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ഡസ് ആർട്സ് ആർട്സ് പ്രോജക്റ്റ്. ഓക്കെ, നിമ്മി ഇസ് എ കറക്റ്റ് ആൻസർ. യെസ്, ആ പ്രോസസ്സാണ് ക്രാഫ്റ്റ്. നമ്മൾ അവിടെ പേഴ്സൺ എന്ന് പറഞ്ഞത് കൊണ്ട് അത് നമ്മൾ എന്ത് പറയാം, ക്രാഫ്റ്റർ എന്ന് പറയാം. അപ്പൊ ക്രാഫ്റ്റിന് മാർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ക്രാഫ്റ്റർ ആണ് correct answer. Okay. A person who does arts or dye project. Dye എന്ന് പറഞ്ഞാൽ ചായ മുക്കുന്നത്. Dye project. That is called crafter. 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 Yes. Next question. 10 millions is also called a dash. Okay, correct ആണ്. Correct answer ആണ് crore. CRORE. Yes, okay. 10 millions is also called crore. അടുത്തത്
അതിൻ്റെ അകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ശ്രീലക്ഷ്മിയുടെ പോർട്ടിലോട്ട് പോകാം. യെസ്, ചോദ്യം ഇതാണ്. പെയിൻഫുൾ, PAINFUL, പെയിൻഫുൾ ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ. ഓ, കറക്റ്റ് ആൻസർ ആണ് നിമിഷ. പെയിൻഫുൾ involuntary contraction of a muscle or muscles. Okay, Nimi, correct ആണ്. The painful involuntary contraction of a muscle or muscles, that is called cramp. CRAMPS. Okay, yes. അപ്പോ ഇതിന്റെ മാർക്കുകൾ അഫ്ല ടാലി ചെയ്തെടുക്കട്ടെ. അഫ്ലക്ക് നമുക്കൊരു 2 മിനിറ്റ് കൊടുക്കാം. യെസ്, ഓക്കെ. ചോദ്യങ്ങൾ കഴിയുകയാണ്. ഇനി ശ്രീലക്ഷ്മിയിലേക്ക് വരുന്നു. ശ്രീലക്ഷ്മിയുടെ 9 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. യെസ്, ശ്രീലക്ഷ്മി. സർ പറയൂ. യെസ്, ശ്രീലക്ഷ്മിയുടെ പാട്ടോട് കൂടി തുടങ്ങാന്ന് പറഞ്ഞാണ്. മഴയൊക്കെ അല്ലേ? ഞാൻ മോനെ കൊണ്ട് കുറച്ച് ലേറ്റ് ആയി സർ. നോ പ്രോബ്ലം. ഓക്കെ. ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പൊ ഒന്നും നടത്തിയിട്ടില്ല. ഞാനിപ്പോ സാറിന്റെ ക്ലാസ് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ആണ് സാറിന്റെ ക്ലാസ് എന്ന് വിചാരിച്ചത്. നമ്മള് തലേദിവസം പിറ്റേ ക്ലാസ് നമുക്ക്. ഓക്കെ. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോ എത്ര പേരുണ്ട്? 19 പേരുണ്ട്. രണ്ടുപേരും ഞാൻ പാടാത്ത. യെസ്, സാർ ഒരു മിനിറ്റ് കേട്ടാ. യെസ്, കളി. ആതിരവായി നീരം പനിനീർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചം വീഴുന്നിറങ്ങാതെ ഇന്നലെ ആയിരം പാടി കടിഞ്ഞോൾ കനവോടയിൽ തണുപ്പിന്റെ കിക്കിളിപ്പായയിടും മാതലയും ഞാൻ. ആതിരവായി നീരം പനിനീർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചമേലിന്തിനുറങ്ങാതലയും പാടി കടിഞ്ഞോൾ കനവോടൊഴി തണുപ്പിന്റെ കിക്കിളിപ്പായയിലുറങ്ങാതലയും ഞാൻ. കൊഞ്ചലുമായി കണികജങ്ങി വന്നു കിളിവാതിലും കിന്നരക്കാറ്റിന്റെ കാതിൽ കിന്നരഞ്ഞാണെന്ന ചൊല്ലി കിന്നരക്കാറ്റിന്റെ കാതിൽ കിന്നരഞ്ഞാണെന്ന ചൊല്ലി ഉറക്കാൻ ഞാനുണർന്നേ രാവിലെ കാത്തിരുന്നു. ആതിരവായി നേരം പനിനീർക്കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമിലെന്തിനുറങ്ങാതലയും കഴിഞ്ഞു സാർ, കഴിഞ്ഞു. ഓക്കെ. ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഇടയ്ക്ക് നെറ്റിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെറ്റ് ഓക്കെ. വെരി ഗുഡ്. യെസ്, ഇനി ഒരാള് നമ്മൾ അടുത്ത ആളൊന്നും പറഞ്ഞത് അറിയാതെ ശ്രീലക്ഷ്മി. നാളെ ഞാൻ തകർക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു. ആതിര പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ആതിര കൃഷ്ണൻ. ആതിര കൃഷ്ണൻ ഈസ് റെഡി.
ഞാനിവിടെ ഉണ്ട് സർ. ആ തകർത്തോളൂ. അല്ല ഡാൻസിയിലൂടെ നമുക്ക് വരാം. പാടട്ടെ സർ. പറഞ്ഞാണ്. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണു മയങ്ങുമെന്മുത്തേ നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. കഴിഞ്ഞു സർ. അതില ഇന്നലത്തേക്കാളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുണ്ടല്ലോ. ഇന്നലെ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടുപേര് ഇന്നാണ് ശരിക്കും കഴിവ് മനസ്സിലായത്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദൈവനെ കുറിച്ച് വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി എന്റെ കഴിവെല്ലാം പുറത്തെടുത്തത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അത് ശ്രീലക്ഷ്മിയാണ്. ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അതിന് ഇത്ര മനോഹരമായിട്ട് പാടുന്നില്ലാണ്ട് അറിഞ്ഞില്ല. ഓക്കെ, ഇനി അടുത്ത ആരായിരുന്നു ശ്രീലക്ഷ്മി? അഫല. അഫുല. യെസ്, അഫുല. മറ്റ് ഞാനില്ല സാർ, തൻസിയ. തൻസിയ എന്ന് തൻസിയ. തൻസിയ. പറഞ്ഞോളൂ തൻസിയ. പാടട്ടെ സാർ. സ്റ്റാർട്ട്. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റും മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. അത്രേ ഉള്ളൂ സാർ. വിചാരിച്ച പോലെ തൻസിയ. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. ശ്രീലക്ഷ്മി, ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നു? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക്? ഇല്ല ഇല്ല അല്ലേ? ഒരു പാട്ട് പാടിക്കോട്ടെ സാർ. അഫ്ല, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു. അഫ്ല, അഫ്ല ഒന്ന് ശ്രമിക്കൂ, രണ്ടുപേരി. എനിക്ക് സ്വന്തം സുഖമല്ല സാർ, സത്യമായിട്ട് പനിയാ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് വേറൊരു സമയത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ ശ്രീലക്ഷ്മിയുടെ നേരത്തെ പഠിക്കാൻ നെറ്റിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് കുറച്ച് ആൻസർ കൊടുക്കരുത്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അഫ്ല, നമ്മുടെ രണ്ടാമത്തെ ആ പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞു. അഞ്ജന 1, യെസ്, അഫ്ല 2, നിമ്മി 2, പ്രസാദ് 2,
തൻസിയ 3, ശ്രുതി 4, ആതിര 4, നിമിഷ 5, ശ്രീലക്ഷ്മി 5, ഹീര 7. യെസ്. ആരെങ്കിലും വിട്ടുപോയോ സാറേ? ആരെയും വിട്ടുപോയില്ലല്ലോ? നോ പ്രോബ്ലം. ഇത് മത്സരമൊന്നും അല്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ക്ഷമിക്കാം. അപ്പോ കൺക്ലൂഡിങ് സെറമണിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രീലക്ഷ്മി വീട്ടിൽ വിളിക്കുന്നത്. ശ്രീലക്ഷ്മിക്ക് അന്നേരത്തെ കറക്റ്റ് ആയില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മി ഓക്കെ. യെസ്, ഓക്കെ. കോണ്ടാക്ട് റെഡി ആയിക്കോളൂ. യെസ്, പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ അപ്പൊ അവര് നിങ്ങൾ ആരെങ്കിലും വിളിച്ചാലോ ഒരു വെറൈറ്റി ശബ്ദം വിളിക്കട്ടെ വിചാരിച്ചിട്ട്. യെസ്, ശ്രീലക്ഷ്മി പാട്ട് പാടിയ സിനിമ. ഓക്കെ, പറഞ്ഞോളൂ. വാതിലുകൾ തുറന്നടയും നാളമായി വിവശമേതോ കാത്തിരുന്നും അലസമേതോ മൗനമാർന്നും ദിവശലോലം കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം ബാധിരയോ പകലായി ഉള്ളുകളോ മലരായി പ്രിയാമുഖമാം നദിയിൽ നീന്തിയലയും സ്ത്രീകൾ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് നെറ്റ് ഉണ്ടായിരുന്നില്ല ശ്രീലക്ഷ്മി. വെരി ഗുഡ് വെരി ഗുഡ് വെരി. യെസ്. അപ്പൊ അടുത്ത ക്ലാസ്സില് നാൻസിയെ ഒരെണ്ണം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. നാൻസിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അപ്ലൈയും പറഞ്ഞിട്ടുണ്ട്. അപ്ലൈയും ഞാൻ അനിൽ പ്രസാദ്. ഓക്കെ, 3 പേരല്ലോ, പേര് മറക്കരുത്. അപ്പൊ ആരൊക്കെയാണ്? ശ്രീലക്ഷ്മി പേര് വെച്ചോളൂ. നാൻസിയ, അഫ്ല, പിന്നെ പ്രസാദ് കുഞ്ഞു, പിന്നെ അശ്വിനി, അല്ലേ? 4 പേര്. 4 പേരുടെ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, ഓക്കെ. അപ്പോ പെർഫെക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വി വിൽ മീറ്റ് നെക്സ്റ്റ്. നമുക്ക് അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം മൈ ഫേവറേറ്റ് ഫിലിം. ഒന്ന് നോക്കി വെച്ചോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. നിങ്ങൾ പറയുന്നു മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ദൃശ്യം. ബിക്കോസ് നിങ്ങൾ അതിന്റെ കുറച്ച് കാരണങ്ങൾ പറയുന്നു. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ചെമ്മീൻ. ബിക്കോസ് നിങ്ങൾ അതിന്റെ കാരണം. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാത്തതിനായിക്കോട്ടെ, നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. മൈ ഫേവറേറ്റ് ഫിലിം, നിങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ആ സിനിമയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കഥ, അതിന്റെ നായകൻ, നായിക, പാട്ട്. പിന്നെ അതിനകത്ത് ഒരു 2 വരി പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും. ഈ അപ്പൊ പറയല്ല, ഈവൻ നൗ ഐ റിമെമ്പർ ദ ബ്യൂട്ടിഫുൾ സോങ് ഓഫ് ദ ഫിലിം. ഇവിടെ 2 വരികൾ പാടാം. യെസ്. അപ്പൊ ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. ഇനി ഈവൻ നൗ ഐ റിമെമ്പർ ദി ബ്യൂട്ടിഫുൾ ഡയലോഗ് ഓഫ് ദി ഫിലിം. ഇവിടെ ഡയലോഗ് വേണമെങ്കിൽ പറയാം. ഓമോലെ ദിനേശനോ എന്തോ, അതൊക്കെ നിങ്ങൾക്ക് വിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റി ഞാൻ വിട്ടുതരാണ്. അപ്പൊ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ കഥ പറയുമ്പോൾ 2 വരി അതിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ നിങ്ങൾക്ക് പറയാം. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൈ ഫേവറേറ്റ് ഫിലിം, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഓക്കെ, അപ്പൊ നമുക്കത് ഇംഗ്ലീഷ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. We will discuss. Okay, Gunju, we will meet in the next class. Okay, okay, okay.